ഹായ്, പതിവ് പോലെ ഞങ്ങൾ ഇപ്രാവശ്യം ടൂർ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എവിടെയുണ്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് ഹോട്ടലില്ലാത്തൊരു കാര്യമില്ല പറയില്ല. അതുപോലെ വണ്ടിയിൽ കയറി കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും മച്ചുട്ടി ഓരോ ഹോട്ടലിന്റെ ബോർഡ് വായിച്ചു തുടങ്ങും. കാരണം ഏകദേശം അവൾക്ക് വിശക്കാറായി എന്നുള്ള എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തിനു പറയുന്നു നിസ്സാരം ഇവിടെ നിന്ന് കയറി അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിശപ്പ് അല്ലെങ്കിൽ ദാഹം. അപ്പൊ പിന്നെ അത് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടർലയിൽ എത്തിയില്ല. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ടൂർ എന്ന് പറയുന്നത് വണ്ടർലേക്കായിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഒരു 3D കുട്ടികളുടെ ഒരു ഷോ, 3D ഷോ. അതിൽ ഉണ്ണിമോളൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ചു. അത് ഫസ്റ്റ് റൈഡ് അതായിരുന്നു കയറിയത്. അങ്ങനെ ബാക്കിയുള്ള റൈഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കറക്റ്റ് ടൈം ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ആ ഷോ തുടങ്ങുന്ന ടൈം. അതുപോലെ തന്നെ എല്ലാ റൈഡുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീകോയിൽ പോയി നമുക്ക് അടിച്ചു പൊളിക്കണം. ഏറ്റവും ഫസ്റ്റ് നമ്മുടെ റൈഡ് റീകോയിലായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് കുറേ വെയിറ്റ് ചെയ്തു. ഒരു 3 മണിക്കൂറോളം എന്ന പോലെ വെയിറ്റ് ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. കാരണം ഓവറായിട്ടുള്ള തിരക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിയതാണ് ഈ റൈഡിൽ. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ എൻ്റെ അച്ചൂട്ടി അവിടെ കിടന്ന് അല്ലറി പൊളിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഹൈറ്റിലേക്ക് പൊന്തിച്ച് കൊണ്ടുപോയിട്ട് നിലത്തേക്ക് ഇരുന്ന പോലെയായിരുന്നു. ഞാൻ നല്ല കരച്ചിലായിരുന്നു. കരഞ്ഞിട്ട് ഏട്ടൻ്റെ കാലോട് ലോക്ക് ചെയ്ത് വെച്ചു. എന്താ വെച്ചാൽ ഞാൻ വീഴാണെങ്കിൽ ഏട്ടനെയും കൂടി കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത അമ്മയും പിള്ളേരും തമ്മിലുള്ള അഭ്യാസമായിരുന്നു. അമ്മയും ഉണ്ണിമോളും കൂടിയിട്ട് അമ്മ വട്ടം വരച്ച് കളിക്കലായിരുന്നു അവിടെ കിടന്നിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഓടിക്കാൻ അറിയില്ല. ഉണ്ണിമോൾക്ക് കാലെത്താത്ത കാരണം അവർ ഓടിക്കാൻ സമ്മതിച്ചില്ല. അമ്മ കയറിയപ്പോൾ തൊട്ട് അവിടെ കിടന്ന് വട്ടം കറങ്ങലാണ്. അമ്മമ്മ എന്താ കാണിക്കണ വട്ടം കറങ്ങി ഒന്ന് ഓടിക്കമ്മമ്മ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ണിമോള് കരച്ചിലിന്റെ പക്കത്തേക്കൊക്കെ എത്തിയിട്ടാ. കാരണം അവൾക്ക് ഓൾറെഡി അതിൽ ഓടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത 3Dയിൽ കയറിയപ്പോൾ അതിനേക്കാൾ സങ്കടം. ഹൈറ്റ് നോക്കിയിട്ടാണ് അതിൽ കയറ്റുക. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലായി. അത് വർക്കിംഗ് ഉള്ളൊരു 3D ആയിരുന്നു. അപ്പോൾ നമ്മളിരിക്കുന്ന സീറ്റിൽ വർക്കിംഗ് ഇല്ല. ഒരു പേരൻസും കുട്ടിയും കൂടി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതിൽ സങ്കടമായി. ആ സങ്കടം മൊത്തം ഞങ്ങൾ തീർത്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഡാൻസിൽ വന്നിട്ടാണ് ഞങ്ങൾ ആ സങ്കടം തീർത്തത്. അത് ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചുവിട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെയിൻ ഡാൻസ് ഫാമിലി ആയിട്ടും ഉണ്ടായിരുന്നു, എല്ലാതെയും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് കയറിയിട്ടില്ല. എല്ലാവരും ഡാൻസ് കളിച്ച് അങ്ങോട്ട് തിമർത്തു കൂട്ടാ. സൂപ്പറായിരുന്നു. ശരിക്ക് ഞാൻ അച്ഛനൊന്നും ഇത്ര എൻജോയ് ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അച്ഛനാണെങ്കിലും പക്ക ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് പൂളിലേക്കാണ് കേട്ടോ. പൂള് കറക്റ്റ് നമുക്ക് ആ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ടൈമിൽ അവിടെ വേവ് പൂളായിരുന്നു. അപ്പോൾ ആ കറക്റ്റ് ടൈമാണ്. അത് നമ്മൾ പരമാവധി എൻജോയ് ചെയ്തു. കാരണം വെള്ളത്തിൽ ആ ചുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചുട്ടിക്ക് എന്നല്ല പിള്ളേർക്കും അച്ഛനും അമ്മയും ഒക്കെ അടിച്ചു പൊളിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അതുപോലെ അവസാനിപ്പിക്കാൻ നേരം 5:30 ഒരു വേവ് ബോഡി ഉണ്ടായിരുന്നു. അതിലും നമ്മൾ ഇറങ്ങി പരമാവധി അടിച്ചു പൊളിച്ചു. പിന്നെ റൈഡുകളിൽ കയറുമ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധൈര്യം വെച്ചിട്ട് ഇതും കൈ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തിക്കും. ചില റൈഡുകളിൽ അവർ പറയുന്നുണ്ട് ഫോണ് വേണ്ട, ഫോണ് മാറ്റി വെക്കണം, അവിടെ വെക്കണം. അതൊക്കെ വെക്കാനായിട്ട് അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മൾ ആ റൈഡ് കഴിയുമ്പോൾ വന്നിട്ട് അതിലെടുക്കുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പരമാവധി വാട്ടർ റൈഡുകൾ പരമാവധി ഞാനും ഏട്ടനും എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ചു ആയിരുന്നു പിന്നെ കയറാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അവൾക്ക് ഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ വന്ന കാരണം അവൾക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞങ്ങൾ പറഞ്ഞതാണ് അവിടെ എന്തായാലും അവർ എഴുതി വെച്ചിട്ടുണ്ട് നൈലോൺ നിർബന്ധമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇവിടുന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നൈലോണിൻ്റെ ഡ്രസ്സ് അവിടെ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളത്തിലെ റൈഡുകൾ, അതായത് പൂള് അങ്ങനെയുള്ള റൈഡുകളിലേക്ക് അവർ കയറ്റില്ല. ആ ഡ്രസ്സ് കൂടി നോക്കിയിട്ടാണ് കയറുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അവിടുത്തെ ക്യാഷ് ഭയങ്കര കൂടുതലാണ്. ഒരു ടോപ്പൊക്കെ എടുക്കണമെങ്കിൽ 500-600 രൂപ കൊടുക്കണം. അതുപോലെ ഇത് ലേഡീസിന് മാത്രമായിട്ടുള്ള പൂളായിരുന്നു കേട്ടോ. അത് കാരണം ലേഡീസിൻ്റെ പൂളിൽ ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ, അമ്മ, ചിഞ്ചു അങ്ങനെ ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പനും ഏട്ടനും അച്ഛനൊക്കെ കൂടി അപ്പുറത്തെ പൂളിൽ പോയി. ജെൻസിന്റെ പൂളാണ്. അവിടെ അച്ചാച്ചനും കൊണ്ട് പിള്ളേർ ഓടി നടക്കുകയായിരുന്നു ഓരോ റൈഡിലും. അച്ഛനൊക്കെ അടിച്ചു പൊളിച്ചു. ശരിക്കും അവിടെ ചെന്നപ്പോൾ കുട്ടിയായിട്ടോ ഇവരുടെ ഒപ്പം നിന്ന് എല്ലാ റൈഡുകളിലും അച്ഛനെ ഇവർ നിർബന്ധമായി കയറ്റുന്നുണ്ടായിരുന്നു. അച്ഛൻ പിന്നെ അവരുടെ ഒപ്പം എല്ലാ താളത്തിലും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണികളെ അച്ഛനെ നിലത്ത് വെക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. അച്ഛനെ ഓടിച്ചു കൊണ്ട് നടന്നിട്ടാണ് ഓരോ റൈഡിൽ കയറ്റിയിരുന്നത്. അതുപോലെ അതിലൊക്കെ എത്ര പ്രാവശ്യം കയറി എന്ന് തന്നെ പറയാൻ പറ്റില്ല. അവസാനം ആകുമ്പോഴേക്കും പോകുന്നതിനും വയ്യാതെ ഈ ക്ഷീണം വന്നൊരു സൈഡിൽ ചാരി നിപ്പായി. അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്
അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ചെയ്തത്. കാരണം അത്രയും അവസരമായിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പറഞ്ഞ ഒരു പിക്ക് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. ലാസ്റ്റ് മതിയായി. അപ്പോഴേക്കും അവിടെ നിന്ന് അടുത്ത റൈഡ് വന്ന് ഞങ്ങളതിനെ അവിടെ എത്തിയിട്ട് ഒന്നും കൂടി നനപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു സെൽഫി ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ വണ്ടർലയുടെ തന്നെ ഡാൻസും പാട്ടും ഡി ജെ ആയിട്ട് അവര് അത്രയും അടിപൊളി സെറ്റിംഗ് കേട്ടോ. നല്ല ശബ്ദവും കാര്യങ്ങളായിട്ട് എല്ലാവർക്കും ഒന്നുകൂടി അടിച്ചു പൊളിച്ചു പോകാൻ വേണ്ടി. അതെ, ഏട്ടനും ഉണ്ണികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ വയ്യായിരുന്നു, തളർന്നായിരുന്നു. അത് കഴിഞ്ഞ് ഉണ്ണിമോളും കുഞ്ഞാവിയും ഇങ്ങോട്ട് കയറുമ്പോഴേ ചോദിച്ചൊരു കാര്യമായിരുന്നു, അമ്മ നമുക്ക് അവിടെ ജോക്കർ ചേട്ടനെ കാണാൻ പറ്റുമോന്ന്. അപ്പോൾ അവിടെ എത്തിയിട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടില്ല, തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഉണ്ണിമോൾക്കും കുഞ്ഞാവിക്കൊക്കെ. എന്തൊക്കെയോ ആളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആളൊപ്പം ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടർലെ ടൂർ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് പോകുന്നു കേട്ടോ.